താജാലുവ, ഇപ്പോൾ ഇന്നുണ്ട് ഇറാനെ സംബന്ധിച്ച് ആശ്വാസകരവും ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഇന്ത്യ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇറാൻ അതിൽ പങ്കാളിയാണ്. അവർ ഈ ആക്രമണത്തെ, ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു എന്നൊരു പ്രസ്താവന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിൽ നിന്ന് അഭിപ്രായം പറയാതെ വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ റഷ്യയും ചൈനയും എല്ലാം പങ്കാളികളാണ് ആ ഒരു ബ്ലോക്കിൽ. ആ ഒരു ബ്ലോക്കിൻ്റെ നിലവിലെ ഒരു ശക്തി എത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടാനും ഈ പ്രശ്നത്തെ എസ്കലേറ്റ് ചെയ്യുന്നതിൽ തടയുന്നതിലും? ഇപ്പോ റഷ്യ പ്രത്യേകമായിട്ട് ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വാർത്തയും ഈ അടുത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ ചൈനയുടെ നേതൃത്വത്തിൽ ഇപ്പൊ നേരത്തെ തന്നെ റഷ്യയും ചൈനയും ആ രൂപത്തിൽ ഇറാനോടുള്ള പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രസ്താവനയെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. അതും ഒരർത്ഥത്തിൽ ചൈനയുടെ ഒക്കെ ഉള്ള ഒരു പിന്തുണ, ആ പിന്തുണയുടെ കൂടി ബലത്തിലാണ് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളും അത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം പിന്തുണകൾ നേരത്തെ തന്നെ നിലവിലുള്ള ഒരു സംഗതിയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ആകട്ടെ, അതല്ലെങ്കിൽ ഇതുപോലെ ഗവൺമെന്റുകൾ എന്നുള്ള നിലക്ക് റഷ്യയും ചൈനയും ഒക്കെ നൽകുന്ന പിന്തുണയാകട്ടെ, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ, ആണവ ശേഷിയെ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഇത്തരം സ്വയം ബോർഡർ അതിർത്തികളെയൊക്കെ പ്രതിരോധിക്കുന്നതിൽ ഒരു ശക്തമായ സൈനിക പിന്തുണ, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ശരിക്കും ഇറാൻ ആവശ്യം. ആ അർത്ഥത്തിൽ അതാണ് ഇപ്പൊ ഇസ്രായേലിന് ലഭിക്കുന്ന, നമ്മൾ കാണുന്നു വളരെ വലിയ പിന്തുണ. ഇപ്പം മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന ഒരു സൈറ്റ് പുറത്തുവിട്ട ഒരു വാർത്തയില് വളരെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അമേരിക്ക ഇസ്രായേലിന് പ്രത്യേകമായിട്ട് ഹെൽ ഫയർ മിസൈലുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേക മിസൈലുകൾ ഈ ഒരൊറ്റ ആക്രമണത്തിന് വേണ്ടി സപ്ലൈ ചെയ്തു, വളരെ രഹസ്യമായി. അതായത് ഒരു ഭാഗത്ത് ട്രംപ് സംഭാഷണത്തിന് വേണ്ടി ഇറാനെ ക്ഷണിക്കുകയും നേരത്തെ പ്രഖ്യാപിച്ച 400 ബില്യന്റെ സൈനിക സഹായത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നും പറയുന്നു. അതെ, അതിന്റെ ഉൾപ്പെട്ടതാണ്. പക്ഷെ അതിന് ഈ സന്ദർഭത്തിൽ തന്നെ അത് പ്രത്യേകമായി ഈ ആക്രമണത്തിൽ ഉപയോഗിച്ച പലതും ആ സഹായത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഇസ്രായേലിന് ലഭിക്കുന്ന സൈനിക, സാമ്പത്തിക പിന്തുണ, ധാർമ്മിക പിന്തുണ, രാഷ്ട്രീയ പിന്തുണ ആ അർത്ഥത്തിൽ ഇറാന് മറ്റൊരിടത്തുനിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ചൈനയാകട്ടെ റഷ്യ ആകട്ടെ പ്രഖ്യാപിക്കുന്നു. ഇവൻ ഇറാനിൽ ഉപയോഗിച്ച ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിൽ ഉപയോഗിച്ചത് എന്ന് വരെ വരുന്ന ഒരു കോഓപ്പറേഷൻ, ഒരു പരസ്പര പിന്തുണയും സഹകരണവും അവരൊക്കെ തമ്മിൽ നിലവിലുണ്ട്. പക്ഷെ ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ പ്രസ്താവനകളിലൂടെയും പ്രമേയങ്ങളിലൂടെയും ഒക്കെയുള്ള പിന്തുണയ്ക്കപ്പുറം വ്യക്തമായ ഒരു നിലപാട്. ഇവനൊരു യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, ചൈന അതിൽ അംഗമാണല്ലോ, സ്ഥിരാംഗമാണ് ചൈനയും റഷ്യയും. പക്ഷെ ഒരു ഐക്യരാഷ്ട്ര സമിതിയുടെ ഒരു സുരക്ഷാ സമിതി വിളിക്കണം, ഈ വിഷയം ചർച്ച ചെയ്യണം. കാരണം അതിനാണല്ലോ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ആഹ്വാനം ചെയ്യാൻ പോലും ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോ ഈ സാഹചര്യത്തിന്റെയും പിന്തുണയുടെയും ഒക്കെ ഒരു ബലത്തെക്കുറിച്ച്, ആ ഒരു ശക്തിയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ്. സ്വാഭാവികമായും ഇത്തരം പിന്തുണയുടെ പ്രസ്താവനകൾ ഒരർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു PR വർക്കിന് ഇറാൻ ഉപകരിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, തങ്ങൾ ഇരകളാണ്, ഒരു വിക്ടിമാണ് ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഇറാൻ ഉപകരിച്ചേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു കോസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇസ്രായേലിന്റെ ഈ എല്ലാ അർത്ഥത്തിലുമുള്ള അന്താരാഷ്ട്ര മര്യാദകളെ ലംഘിച്ച് നടത്തുന്ന ഒരു നിലവിലുള്ള ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ ലോകത്ത് പാലിക്കാൻ രാജ്യങ്ങൾ, ആ ഐക്യരാഷ്ട്ര സഭയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ പാലിക്കാൻ ബാധ്യസ്ഥമായ മര്യാദകളെ ഒക്കെ എല്ലാറ്റിനെയും അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തെ അതേ രൂപത്തിൽ മറ്റ് രാജ്യങ്ങളുടെ കൂടി പിന്തുണയോടെ ഒരു നയതന്ത്ര തലത്തിൽ പോലും എതിർക്കാൻ സാധിക്കുന്നില്ല. ഇറാന് അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും